അക്കുക്കന്നെ വെയിറ്റ് ചെയ്തിരിക്കണോ? ഏയ്, എനിക്ക് കമ്പ്യൂട്ടർ ലാബായിരുന്നു, അത് കഴിഞ്ഞു. അല്ല, നിനക്ക് ക്ലാസ് ഇല്ലേ? എനിക്ക് ആ തള്ളുശിബായിരുന്നു. ഹോംവർക്ക് ചെയ്യാത്തോണ്ട് ഞാൻ വയറുവേദന എന്ന് പറഞ്ഞ എസ്കേപ്പ് അടിച്ചു. അല്ലെങ്കിൽ ഈ വയറുവേദന കൊണ്ട് ആകെയുള്ള ഉപകാരം ഇതാ, എപ്പോ വേണമെങ്കിലും ക്ലാസ് കട്ട് ചെയ്ത് ഇറങ്ങാൻ പറ്റും. അത് ശരിയാ. സന പോയിക്കോ. ശരിയെന്നാ, ഞാൻ ശല്യം ചെയ്യുന്നില്ല. അങ്ങനൊന്നുമില്ല, അതൊക്കെ എനിക്കറിയാം മോളെ. അപ്പൊ ഹോംവർക്ക് ചെയ്യാണ്ട് ക്ലാസ് കട്ട് ചെയ്ത് തന്നിരിക്കണല്ലേ? ആണെങ്കി അപ്പൊ തന്നെ സാറിനോട് പറയും നിന്റെ എല്ലാ കള്ളക്കളിയും മുടി പറഞ്ഞോ. അപ്പൊ നീ കിസ് ചെയ്തതും എന്റെ പുറകെ നടന്നതും ഒക്കെ ഞാനും പറഞ്ഞു കൊടുക്കും പ്രിൻസിപ്പലിന്റെ അടുത്ത്. ഏയ് അങ്ങനെ ചെയ്യരുത്. ഞാൻ എത്ര കാര്യം നിന്റെ പിന്നെ നടക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് ഇഷ്ടമെന്ന് പറഞ്ഞൂടെ? ഇഷ്ടമാണെങ്കിലല്ലേ തുറന്നു പറയുള്ളൂ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എന്താ കാരണം? കാരണമൊന്നും എനിക്കറിയില്ല. ഒരാൾ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാണ്ടിരിക്കാനും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഇല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമാണെന്ന് അർത്ഥം. എനിക്ക് നിന്നെ ഇഷ്ടമൊന്നല്ല. ഇഷ്ടമല്ലെങ്കിൽ ഞാൻ തന്നെ കിസ് തിരിച്ചതാ. ഇഷ്ടമെങ്കിൽ തിരിച്ചു തരണം കേട്ടോ. അല്ലെങ്കിലേ നീ ക്ലാസ്സിലേക്ക് വാ, ഞാൻ അവിടെ തരാം. ക്ലാസ്സിന്നോ? ആ, നീ വാ. ചേട്ടാ, ഒരു നെല്ലിക്ക. കണ്ടിട്ട് കൊതി തോന്നുന്നുണ്ട് അല്ലേ? ആ 3 കാര്യങ്ങളിൽ ഒന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ടാ. സംഗതി പോസിറ്റീവാണെന്ന് കാണിച്ചെന്നത് നിങ്ങളാണ് ജീസേട്ട. അപ്പൊ ഇനി ഞാൻ ഇവളെ അങ്ങോട്ട് വിട്ടിത്തരില്ലട്ടാ. തനി ഫ്രൂട്ട് ഒന്ന് വിട്ടുവരോ? ആ ഫ്രൂട്ട് ഒഴിച്ച് ബാക്കി എന്തും ഞാൻ വിട്ടുതരും. നീ ഉറങ്ങുന്നില്ലേ? ഞാനിന്ന് എവിടെ കിടക്കണേ? നിങ്ങൾ കിടക്കുന്നില്ലേ? എടാ നാണം ഉണ്ടാടാ നിനക്ക് ഇവിടെ വന്ന് കിടക്കാൻ? നീ ഒരു പുരുഷനായ കാര്യം നീ മറക്കരുത്. അവിടെ പോയി കിടക്ക. പോയി അവിടെ കിടക്കടാ. നിന്നെ ഇവിടെ ഞാൻ കിടത്തത്തില്ല. പോടാ പോടാ. എന്തേ കിടത്തിയില്ലല്ലേ? ഞാനൊരു വലിയ പുരുഷനായ കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാനത് നേരത്തെ അറിഞ്ഞതാ, അതാ വെയിറ്റ് ചെയ്തേ. ചെല്ല്. ഗുഡ് നൈറ്റ് ആമി. എന്റെ ഈശോയെ, അവള് പറഞ്ഞു കേട്ടോ ആമീന്ന്. അവൾ അറിഞ്ഞു, നാണക്കേടായി. എടി, അവള് നിന്റെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് ഞാൻ എന്തോരം വിളിച്ചിട്ടുള്ള. അന്നൊന്നും അവള് കേട്ടില്ല. ഇപ്പൊ ഫോണിൽ പറഞ്ഞപ്പോ കേട്ടു, അത്രേ ഉള്ളൂ. യു ഡോണ്ട് വറി. ഓക്കേ. അനിയമ്മേ, ഈയിടെയായിട്ട് ഗ്ലാമർ കൂടുന്നുണ്ടോ എന്നൊരു സംശയം. ഉണ്ടാവും. അതിന്റെ കാരണം എന്താണെന്നറിയോ? പറയൂ. ഭർത്താവിന്റെ സ്നേഹമാണ് ഭാര്യയുടെ സൗന്ദര്യം. ഓ,
എവിടെ പോന്നു? അടുക്കളയിൽ ഒരുപാട് പണി ബാക്കിയുണ്ട്. കിടന്നു, കെട്ടിപ്പിടിച്ച് കിടന്നു. കിടക്കാനാ ഇന്നാ? അതെ, എനിക്ക് രാവിലെ കൊണ്ടുപോകാൻ കറിയൊന്നും വേണ്ട. എനിക്ക് ലില്ലിക്കുട്ടി കറി കൊണ്ടുവരും. ഈ ലില്ലിക്കുട്ടിക്ക് അച്ചായനെ അത്രക്കിഷ്ട? സ്നേഹം കൊണ്ട് എനിക്ക് ഇരിക്കപ്പെടുന്നില്ല. എന്റെ ഫാനാ. ഓ, അച്ചായനോ? എനിക്ക് എന്റെ ആനയമ്മ മാത്രം മതി. ഓ, പക്ഷെ ഇടയ്ക്ക് ഞാനൊന്ന് പെട്ടതാ. പെട്ടൂന്ന് എനിക്കും തോന്നിയതാ. എപ്പോ? ഇതുവരെ ഇല്ലാത്തൊരു മൂളിപ്പാട്ടും മറവിയും മന്ത്രിയും പതിവില്ലാതെയുള്ള കഥവടച്ചിടലും ഫോൺ വിളിയും. എന്റെ ഈശോയെ, ശരിക്കും മനസ്സിലായി? കൊല്ലം കുറെ ആയില്ലേ, ചലിച്ച മനസ്സിലാവും. എനിക്കെന്നല്ല, എല്ലാ ഭാര്യമാർക്കും മനസ്സിലാവും. നേരിട്ട് ബോധ്യപ്പെടാത്തത് കൊണ്ട് ചോദിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആള് ലില്ലിക്കുട്ടിയല്ല കേട്ടോ. പിന്നെ ജൂലി. ഒരേ 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 കമ്പി. എന്നിട്ട് കാശ് എന്ത് ചെയ്തു? പഞ്ചായത്തിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. അപ്പോ കാശ് കിട്ടുന്ന പരിപാടിയാണ് അല്ലേ? ചാടിക്കും, ഞാൻ പിടിച്ചോളാം. അങ്ങനെ തൊടലും പിടിക്കലൊന്നും വേണ്ട. ദൈവമേ, ആരെങ്കിലുമൊക്കെ കണ്ട. ഈ നട്ടപ്പാതിരയ്ക്ക് ആര് കാണാൻ? സൈക്കിൾ ചവിട്ടിങ് ഇറങ്ങിക്കും. ഈശ്വര, എന്റെ കൈയൊക്കെ ഉറഞ്ഞു. എവിടെ എന്റെ സമ്മാനം? പറ്റിക്കാനാണോ വിളിച്ചിറക്കിയേ? സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടില്ല, അത് വേറൊരിടത്തിരിക്കുക. നമുക്ക് ഒരുമിച്ച് പോയെടുക്കാം. വാ, കേറിക്കോ. ആഹാ, ഞാനെങ്ങും വരുന്നില്ല, ഞാൻ തിരിച്ചു പോവാ. വെക്കടെ വിട്ട്. കേറ്. ഇതെന്തിനാ കണ്ണു വെട്ടുന്നേ? എന്തായാലും ഇരുട്ടല്ലേ, കാണാനൊന്നുമില്ലല്ലോ. കാണാനൊന്നുമില്ലാന്ന് വെച്ചിട്ട് കണ്ണു വെട്ടണോ? എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ കൂടെ. ഇതെങ്ങോട്ടേ കൊണ്ടുവന്നേ? ഇതെവിടാ? ഞാൻ ഇത് അഴിക്കാൻ പോവാ. അഴിക്കില്ലേ, ഇപ്പൊ അഴിക്കാം. ഞാൻ അഴിച്ചുതരാം. വാ, ഇവിടെ നിൽക്ക്. ഹായ്, ലുക്കിംഗ് പ്രിറ്റി. താങ്ക്സ്. അമ്മയ്ക്ക് അറിയില്ലല്ലോ നമ്മുടെ ഡേറ്റിന്റെ കാര്യം. അപ്പൊ എന്താ പറഞ്ഞേ? പല്ല് ക്ലീൻ ചെയ്യാൻ പോന്ന് പറഞ്ഞു. നൈസ്. വീട്ടുകാരോട് നിങ്ങൾ നുണ പറഞ്ഞാലേ ഇതിനൊരു ഭംഗി ഉണ്ടാവും. അപ്പൊ നേരെ മായജ. നിക്ക്, ഹെൽമെറ്റ് എടുത്തില്ലേ? അത് ഞാൻ ആലോചിച്ചു, പക്ഷെ മുടി വൃത്തിയിടാം. കേരള. വൺ സെക്കൻഡ്. നമുക്ക് ഓട്ടോയിൽ പോവാം. ബിബീഷ് പി ബോറാക്കല്ലേ, വണ്ടി എടുക്കും. ബൈക്ക് ടയർ മതി എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകം പറഞ്ഞാണ് ഹെൽമെറ്റ് എടുക്കാൻ. ഇതിൽ നോ ചർച്ച. എടോ, ഇതെന്റെ ഫസ്റ്റ് റൊമാൻറ്റിക് ഡേറ്റാ. ഞാൻ വിഷ്വലൈസ് ചെയ്തതേ തന്നോട് ചേർന്നിരുന്ന് എൻ്റെ മുടിയൊക്കെ കഴിച്ച് കാറ്റിലിങ്ങനെ പറത്തി പോണതാ. അതിന് തനിക്കും ഹെൽമെറ്റില്ല. ബിബീഷ് പിയുടെ ഈ ഹെയർ സ്റ്റൈലേ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്ത് രസം. ഹെൽമെറ്റ് മസ്റ്റാണ്. കിട്ടുന്നില്ല കുന്തം. ചിലപ്പോ ഞാൻ കെട്ടിപ്പിടിച്ചൊന്നു വരും. എന്നാ പോവാം. കെട്ടിപ്പിടിച്ചു. ഇഷ്ടല്ലേ എന്നിട്ട് പറഞ്ഞു ഞാൻ
നീ ഇങ്ങനെ സത്യം മാത്രം പറഞ്ഞുകൊണ്ടെന്ന് പെട്ടത് തന്നെ കൂടെ ഞങ്ങളും. മാഡം സത്യം പറയുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല മാഡം. മാഡത്തിന്റെ പപ്പയോട് ഈ സത്യം അങ്ങ് പറ. പറഞ്ഞു സൂയിസൈഡ് ചെയ്യുന്നു പപ്പയും പറഞ്ഞു. എന്നാ പിന്നെ രാജിന്റെ പപ്പയോട് അങ്ങ് പറ. രാമചന്ദ്ര സാറിനോടോ? ഓ ഗോഡ്. ഏയ് മാഡം ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്ക് ഒരുമിച്ച് പോയി രാമേന്ദ്ര സാറിനോട് ഉള്ള സത്യം തുറന്നു പറയാന്നേ. ഒന്നും തരത്ത്, ഞാൻ പറഞ്ഞോളാം. അതും തന്നെ സത്യം പറയാൻ തുടങ്ങിയാൽ മനസ്സിൽ ഒരു ഭാരമില്ലാതെ നടക്കാം മാഡം. എനിക്കൊരു സമാധാനമില്ല. എന്റെ കയ്യിൽ ഈ ബാഗ് തന്നോണ്ടാണോ? അതുകൊണ്ടല്ലടാ, എനിക്ക് പറയാൻ പറ്റും തോന്നില്ല, പറ്റുന്നില്ല, മനസ്സിലാക്ക് ബണ്ടു. ഈശ്വര, അയ്യോ വേണ്ട 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 വേണ്ട. സഡനായി പോയി പറയാൻ പറഞ്ഞ പേടിയാവില്ലേടാ ബണ്ടു? അത് എന്തിനാണ് മാഡം നമ്മൾ പേടിച്ചിങ്ങനെ പറയാതിരുന്നാൽ എങ്ങനെയാ? നടക്കില്ലടാ, പറഞ്ഞ് മനസ്സിലാവില്ല നിനക്ക്. എനിക്ക് മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. ഫുൾ ക്ലാരിറ്റി കിട്ടി, എല്ലാം ഓക്കെ. സോറി ബണ്ടു. ഇറ്റ്സ് ഓക്കെ മാഡം. വേദനിച്ചോ നിനക്ക്? ചെറുതായിട്ടൊരു വേദന ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പൊ നല്ല സുഖമുണ്ട്. എന്താ മാഡം ഇത്? മാഡം കീടം അതൊന്നും വേണ്ട. മാഡം അതിന് ടൈം എടുക്കും മാഡം. അമൂല്യ. യെസ് മാഡം. ആക്ച്വലി ഐ ലൈക്ക് അമ്മു. അമ്മു ശരിക്കും ടൈം എടുക്കും മാഡം, ശരിക്കും ടൈം എടുക്കും.